വെറൈറ്റി വീഡിയോ കൊണ്ടാണ്. ഇതെന്ന് നമ്മൾ കോക്കനട്ട് ഷെൽ എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ഒരു ആർട്ട് ഷോ ഇല്ലേ, ആർട്ട് വർക്കിൻ്റെ മേലെ അങ്ങനെ എന്താണ്ടൊക്കെ തന്നെ അത് തന്നെ അതിന് പോയതാണ് കേട്ടോ. ഞാനതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായി. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോഴോ ഇന്നലെയോ ഒന്നും തുടങ്ങിയ പണിയൊന്നുമല്ല ഗൈസ്, പിന്നെ വർഷങ്ങളായി തുടങ്ങിയതാണ്. പക്ഷെ അന്നൊന്നും യൂട്യൂബ് ചാനൽ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇതൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഷെൽ ആർട്ട് വർക്കാണ് എന്ന് പറഞ്ഞാൽ ഇവരെന്തെങ്കിലും സബ്ജക്റ്റ് എന്ന് പറയും, അത് നമ്മൾ അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഫസ്റ്റ് അടിക്കലാണ് ഗൈസ്. എന്ന് 3ാം ക്ലാസ് തുടങ്ങി അപ്പം തൊട്ട് ഫസ്റ്റ് അടിക്കലാണ്. കാരണം എനിക്ക് നല്ല കോൺഫിഡൻസ് ഞാൻ ചെയ്തതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് എപ്പോഴും കിട്ടണം. അപ്പോൾ ഈ പ്രാവശ്യം ഫസ്റ്റ് കിട്ടുന്നതാണ് എൻ്റെ വിചാരം. പക്ഷേ കിട്ടിയാൽ മതി, എപ്പോഴും വിചാരമൊന്നുമില്ല. കാരണം ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലും ഒന്ന് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ഒരു ചായയൊക്കെ കുടിച്ചു. അത് തന്നെ എല്ലാം കഴിഞ്ഞിട്ടോ. കോക്കനട്ട് കഴിഞ്ഞ് ഞാൻ പുറത്തോട്ടൊക്കെ പോയി. പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ മീൻ മാർക്കറ്റിൽ പോകാമെന്ന് ചോദിച്ചു. ഒരു മാർക്കറ്റ് ഉണ്ട് അവിടെ പോകാമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവിടെ പോകണതാണ് ഞങ്ങൾ. അപ്പോൾ അവിടെ കൂടി പോകാനുള്ള ജങ്കാർ കയറിയിട്ട് എന്തൊരു കുറേ വർഷം കേട്ടോ. 3ാം ക്ലാസ് പണ്ട് 3ാം ക്ലാസ് വെച്ച് ഞാൻ ജങ്കാർ കയറിയതാണ്. അതുകൊണ്ട് ഞാൻ ജങ്കാർ കണ്ടിട്ട് പോലില്ല. ഇതിപ്പോൾ ഞാൻ 3 വർഷം 3 കുറേ വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ കയറുന്നത്. എത്ര വർഷമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ആ വർഷമെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കയറുന്നത്. ഇപ്പോൾ കുറേ വർഷമായി കയറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ജങ്കാറിൽ കയറി കഴിഞ്ഞ് ഇതേണ്ട മാർക്കറ്റിൽ എത്തി. അപ്പോൾ മാർക്കറ്റിൽ എത്തിയിട്ട് വലിയ പ്രത്യേകിച്ചൊന്നും ഉണ്ടാകണമെന്ന് അല്ല ഉണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അപ്പുറത്തുണ്ടായ ഒരു മീൻ മാർക്കറ്റിൻ്റെ തന്നെ കടയുണ്ടായി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇവിടെ കുറേ മീനൊക്കെ ഉണ്ടായി. പക്ഷേ അവിടെ ഒന്നും വേണ്ടെന്ന് ചോദിച്ചു. കാരണം എന്താ വെച്ചാൽ ഭയങ്കര വിലയാണ് കഴിച്ചത്. എല്ലാം തൊട്ടാപ്പുള്ളതാണ് വിലയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാ മീനൊന്ന് കാണിക്കാമെന്ന് വെച്ചു. പിന്നെ ഞാൻ അവിടെ ഒരു മീൻ കണ്ടിട്ടോ, അത് വലിയൊരു തലയുള്ള മീനില്ല ആദ്യം കാണിച്ചാൽ. അതിൻ്റെ വായിൽ കുളത്ത് ഞാൻ ഞെട്ടിപ്പോട്ടി. കുളത്തോടെ ഇവർ വെട്ടിക്കൊണ്ട് കൊടുക്കാൻ പോകണം. അവസാനം കുളത്ത് തൊണ്ട കുടുങ്ങി ചത്തെന്ന് പറഞ്ഞ് ഇനി ആശുപത്രി പോകേണ്ടി വരുമെന്നാവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലോട്ട് പോകണുണ്ട് ഗൈസ്. അപ്പോൾ വീട്ടിലോട്ട് പോകണ വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോയിട്ട് ഞങ്ങൾ റിസൾട്ട് നോക്കിയപ്പോഴത്തേക്കും ഗൈസ് എനിക്ക് ഫസ്റ്റ് അടിച്ചു ഗൈസ്. എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു. അങ്ങനെ വീണ്ടും എനിക്ക് ഫസ്റ്റ് അടിച്ചിരിക്കുന്നു. ഇതും കൂട്ടി ഇപ്പോൾ എത്രാമത്തെ ട്രോഫിയാണെന്ന് ഒരു 3ാം ക്ലാസ് തുടങ്ങിയില്ല. അപ്പം നിങ്ങൾ തന്നെ പറയുന്നത് എത്രാമത്തെ ട്രോഫിയാണ്. കുറേ ട്രോഫി ഉണ്ട് ഇതിൻ്റെ തന്നെ എന്ന് പറഞ്ഞാൽ കുറേ വർഷം കേട്ടോ. ഇപ്പം ഞാൻ 6ാം ക്ലാസ്സായി. അപ്പം എനിക്ക് 4 വർഷമായിട്ട് ഫസ്റ്റ് അടിക്കും.